അപ്പോൾ ഇന്ന് നമുക്ക് ഈ ബട്ടർഫ്ലൈ എങ്ങനെ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത 2 പേപ്പറാണേ. ഞാനിവിടെ ബോണ്ട് പേപ്പറാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേപ്പറാണോ അത് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ആ റൗണ്ട് ഷീറ്റിൻ്റെ നടുക്കൂടി വേറൊരു സർക്കിൾ വരച്ചു കൊടുക്കാവേ. 2 പേപ്പറിലും അങ്ങനെ സർക്കിൾ വരയ്ക്കണേ. ഇനി നമുക്ക് ആ വരച്ചു കൊടുത്ത സർക്കിളിൻ്റെ ഉള്ളിൽ ഈ റെഡ് കളർ അടിച്ചു കൊടുക്കണേ. അത് കംപ്ലീറ്റ് ആയിട്ട് ആ സർക്കിൾ നിറഞ്ഞു നിന്ന് റെഡ് കളർ അടിക്കണം. അതായത് ആ ഇൻസൈഡ് വരച്ച സർക്കിളിൻ്റെ ഫുള്ളേ റെഡ് ആവണേ. ഞാനിപ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോംബോയിലുള്ളൊരു ബട്ടർഫ്ലൈ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാട്ടോ റെഡ് എടുത്തത്. നിങ്ങൾക്ക് ഏത് കളർ വേണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളർ ചൂസ് ചെയ്യാവേ. ആ സർക്കിൾ രണ്ടിനും ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് സർക്കിൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത സർക്കിളും ഫില്ലാക്കണേ. ഞാൻ നിങ്ങളെ ഫില്ലാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണേ. നമുക്ക് ശ്രദ്ധിച്ച് ഇഷ്ടമുള്ള കളർ, ഇനി നിങ്ങൾക്ക് 2 ഷീറ്റിലും 2 കളർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. നമ്മൾ ചൂസ് ചെയ്യുന്ന ഏതാണോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബട്ടർഫ്ലൈ ആക്കാം. ഇപ്പോൾ ഞാൻ 2 സർക്കിളിലും റെഡ് കളർ അടിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരു സർക്കിൾ എടുത്തിട്ട് ആ ചെറിയ സൈസ് ആക്കണം. ഒരു സർക്കിൾ വലുതും ഒരു സർക്കിൾ ചെറുതും ആക്കണേ. ഇപ്പോൾ നമുക്ക് 2 സൈസിലുള്ള സർക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പോലെ ഈ വലിയ ഷീറ്റ് എടുത്ത് ഫോൾഡ് ചെയ്യണം. ആദ്യം വന്ന് നടുവേ മടക്കിയിട്ട് പിന്നെ അത് തിരിച്ചിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ മടക്കണേ. അതായത് ഒരു വട്ടം നേരെ മടക്കിയ രണ്ടാമത്തെ വട്ടം തിരിച്ച് മടക്കണം. ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ മടക്കണേ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ ആ ഒരു ചിറകിന് നല്ലൊരു ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാണാനൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ മടക്കുന്നത്. ഇനി ആ മടക്കിയതൊക്കെ നൂർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നടുവേ മടക്കണേ. എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ മടക്കി കൊടുക്കണം. എന്നാലേ ആ ബട്ടർഫ്ലൈയുടെ ചിറകൊക്കെ നല്ല വിരിഞ്ഞിരിക്കത്തുള്ളൂ. ഏകദേശം ഓൾമോസ്റ്റ് ഒരു വിശറിയുടെ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം മടക്കി കഴിഞ്ഞു. അപ്പോൾ ദേ ഇതുപോലെ ആട്ടോ വരുന്നത്. ഇങ്ങനെ വിശറിയുടെ ആ ഒരു ഷേപ്പിൽ വരും. ഇനി അത് വീണ്ടും നമ്മൾ നടുവേ കൂടി മടക്കുവാണേ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഒരു ബട്ടർഫ്ലൈയുടെ ചിറക് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നല്ല ടൈറ്റാക്കി മടക്കണേ. കണ്ടോ, ഒരു ബട്ടർഫ്ലൈയുടെ ഒരു സൈഡിലെ ചിറക് നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ ആ ചെറിയ ഷീറ്റ് നമുക്ക് മടക്കണേ. ഇനി നമുക്ക് മടക്കിയ ആ വലിയ പീസും ചെറിയ പീസും കൂടി തമ്മിലൊന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് മിഡിലിൽ തന്നെ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കണേ. ഇനി പേപ്പറും കൊണ്ട് തന്നെ ചെറുതായിട്ട് അതിന് ഞാൻ 2 കൊമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്